തീരദേശ മേഖലകളിൽ രാജീവ് ചന്ദ്രശേഖർ തനിക്കെതിരെ നുണപ്രചരണം നടത്തുന്നതായി UDF സ്ഥാനാർത്ഥി ശശി തരൂർ. കേന്ദ്ര സംസ്ഥാന തർക്കം മൂലമാണ് തീരദേശത്ത് പലയിടത്തും കടൽഭിത്തി നിർമ്മാണം നടക്കാതെ പോയതെന്നും തരൂർ പറയുന്നു. അതിനിടെ പൗരത്വ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കൊണ്ടും കൊടുത്തും പ്രചരണരംഗം കൊഴുക്കുകയാണ് തലസ്ഥാനത്ത്. കഴിഞ്ഞ ദിവസം തീരദേശത്ത് പ്രചരണം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ തന്റെ ഇടപെടൽ മൂലം കടൽഭിത്തി നിർമ്മിക്കുന്നതിന് ഡൽഹിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിക്കാട്ടിയതെന്ന് ശശി തരൂർ. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വകുപ്പും കൂടി ഉണ്ടായിരുന്ന ഒരു മന്ത്രി വന്നിട്ട് ഇവിടെ പറയുന്നത് ഞാൻ ഈ വിഷയത്തിൽ പരിഹാരം കൊണ്ടുവന്നു? ഞങ്ങളെല്ലാവരും ഇന്നലെ ജനിച്ചതല്ലല്ലോ. ശരിക്ക് 13 മാസം മുമ്പ് തന്നൊരു ആശ്വാസം, അതും കൂടി വലിയൊരു 13 മാസത്തിലൊന്നും ഇളകിയിട്ടില്ല. അതിനെ വീണ്ടും ആവർത്തിക്കുന്നത്, അതൊരു പുതിയൊരു പരിഹാരം എന്ന് കാണിക്കുന്നത് ശരിക്കും ജനങ്ങളെ ഒരു അപമാനമാണ്. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുള്ളൂ, ഞങ്ങൾ എന്ത് വേണം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു അപമാനമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നതെന്നും അതുകൊണ്ടൊന്നും തീരദേശത്തെ വോട്ട് ചോരില്ലെന്നും തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ BJP നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളിലെ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനം പെരുമാറ്റച്ചട്ട ലംഘനമെന്നാണ് BJPയുടെ ആരോപണം. CAAയ്ക്ക് എതിരായി നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അടിയന്തരമായി പിൻവലിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. രാജീവ് ചന്ദ്രശേഖരനെതിരായ LDF UDF ആരോപണം പരാജയഭീതി മൂലമെന്നും BJP പ്രതികരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.